കർണാടക ഹൈക്കോടതി ജഡ്ജി നടത്തിയ വിവാദ പരാമർശങ്ങളാണ് അടുത്ത വിഷയം. ഭൂവിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കർണാടക ഹൈക്കോടതി ജഡ്ജിയായ വേദവ്യാസചർ ശ്രീശേന്ദു എന്ന് പറയുന്ന ജഡ്ജി പാകിസ്ഥാൻ എന്ന ഒരു പരാമർശം നടത്തിയത്. ബംഗളൂരുവിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയെ അദ്ദേഹം പാകിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മൈസൂരുവിൽ ഒരു മേൽപ്പാലത്തിൽ കയറിയാൽ അവിടെ ഓട്ടോയിൽ 10 പേരെങ്കിലും സഞ്ചരിക്കുന്നത് കാണാം. അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എത്തുക ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലാണ്. അവിടെയുള്ളവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നാണ് ജഡ്ജി വിശേഷിപ്പിച്ചത്. ഇതാണ് വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ കാരണമാകുന്നത്. ഇതിൻ്റെ വീഡിയോ, അദ്ദേഹം ഇത് പറയുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി സുപ്രീം കോടതി വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയോട് റിപ്പോർട്ട് അടക്കം തേടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായ ഒരു വിവാദ പരാമർശം കൂടി സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു വനിതാ അഭിഭാഷകയോട് വളരെ മോശമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ പരാമർശം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഇതോടൊപ്പം ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അജിംസ് ഒരു ന്യായാധിപനാണ് അദ്ദേഹം. ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഈ രീതിയിലുള്ള വർഗീയ പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? ഒരു ന്യായാധിപൻ വർഗീയ പരാമർശം നടത്താൻ പാടില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ന്യായാധിപന്മാർ, പ്രത്യേകിച്ചും സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ വർഗീയ പരാമർശം നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ പൊളിറ്റിക്കൽ അഫിലിയേഷനോ തങ്ങളുടെ മതവിശ്വാസമോ പരസ്യമായി പോലും പ്രകടിപ്പിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു മൊറാലിറ്റി, ജുഡീഷ്യൽ മൊറാലിറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരാൾ കോടതിയിലിരുന്ന് അതിൽ ലൈവ് കാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെയാണ് ഈ വർഗീയത പറയുന്നത്. നോക്കാം. അപ്പോൾ ഈ സുപ്രീം കോടതി ജഡ്ജിമാരിൽ പലരും അവർ വിരമിച്ചതിന് ശേഷം RSSൽ ചേർന്ന് പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ഒരു കൺവെൻഷനിലാണ് 28 മുൻ ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ പങ്കെടുത്തൊരു വാർത്തയുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വിരമിച്ചതിന് ശേഷമാണ്. അതുപോലെ കശ്മീരിലെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യാനുള്ള RSSൻ്റെ പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്തത് ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹം വിരമിച്ചതിന് ശേഷം RSSൻ്റെ സജീവ പ്രവർത്തനമായി മാറിയ ഒരാളാണ്. അങ്ങനെ RSSുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മുൻ ജഡ്ജിമാർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് ഗൗണൊക്കെ ഇട്ടിട്ട് കോടതിയിലിരുന്ന് തന്നെ ഒരാൾ വർഗീയത പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് നോക്കാം. സമരക്കാരുടെ വസ്ത്രം കണ്ടാൽ അവരാരാണ് എന്ന് മനസ്സിലാവുമെന്ന് പ്രസംഗിച്ചൊരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൻ്റെ ക്യാമ്പയിനിൽ നിരന്തരം വർഗീയത പറഞ്ഞുകൊണ്ടേയിരുന്നൊരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അതായത് മൈക്ക് കണ്ടാൽ വർഗീയത മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. ഇതേ പ്രധാനമന്ത്രി കഴിഞ്ഞ ഗണേശ് ചതുർത്ഥിയുടെ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വസതിയിലെത്തുകയും അവിടെ നിന്ന് അദ്ദേഹവുമായി ചേർന്ന് പൂജ നടത്തുകയും ചെയ്തത് കണ്ടാണ്. അപ്പോൾ അതിനോട് അത് വിമർശനമായപ്പോൾ ജസ്റ്റിസ് വിരമിച്ച ജഡ്ജി ജസ്റ്റിസ് സീമ കോഹ്ലി അതിനെപ്പറ്റി പറഞ്ഞു, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് അവർ വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെപ്പറ്റി പറഞ്ഞത് എന്താണ്? പ്രതിപക്ഷം ഇതിനെ എതിർക്കുകയാണ്, പൂജ നടത്തുന്നതിന് കുഴപ്പമില്ല, പൂജ മുടക്കുകയല്ല, പൂജ നടത്തുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുകയും ചെയ്തു. പക്ഷേ ഇതേക്കുറിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇതുവരെ കമൻ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കമൻറ്റിന് നിർബന്ധമല്ല. പക്ഷെ അദ്ദേഹം ക്ഷണിച്ചിട്ടാണോ പ്രധാനമന്ത്രി വന്നത്, ക്ഷണിച്ചിട്ടാണോ വന്നത്, അതല്ല ക്ഷണിക്കാതെ കടന്നു വരികയായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വാ തുറന്നാൽ രാഷ്ട്രീയം പറയുന്നതിന് പകരം വർഗീയത മാത്രം പറയുന്നൊരു പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വസതിയിൽ പോയി പൂജ ചെയ്യുന്ന ദൃശ്യം അത് പകർത്തി ഇന്ത്യ മൊത്തം പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെ കോടതിയിൽ, കീഴ്ക്കോടതിയിലിരിക്കുന്ന ജഡ്ജിക്ക് വർഗീയത പറയാം അല്ലേ? വർഗീയത പറയുന്നൊരു പ്രധാനമന്ത്രി, വാ തുറന്നാൽ വർഗീയത പറയുന്ന പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനൊപ്പം പോയി പൂജ നടത്തുന്ന വീഡിയോ പ്രചരിപ്പിക്കാമെങ്കിൽ അപ്പോൾ അതൊരു മെസ്സേജ് കൊടുക്കുകയാണ്. എന്നാണ്? എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയിൽ നിന്നും കീഴ്ക്കോടതികളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ആവാം. ഈ ഉള്ളിൽ വർഗീയത ഉണ്ടെങ്കിലും പറയാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ജുഡീഷ്യൽ ഡീസൻസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യേണ്ട, ഉള്ളിൽ വർഗീയത ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ എന്നൊരു മെസ്സേജാണ് ആ ഒരു നടപടിയിലൂടെ കൊടുത്തത്. അപ്പോൾ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ കണ്ടാണ് പശ്ചിമ ബംഗാളിൽ 2 ഹൈക്കോടതി ജഡ്ജിമാർ രാജിവെച്ച് BJPയിൽ ചേർത്തു, കണ്ടല്ലോ. അവർ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ രാജിവെച്ച് BJPയിൽ ചേർന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതൊക്കെ കോടതികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യറിക്ക് ഉണ്ടായിരുന്ന ഇൻഡിപെൻഡൻസ് ഇല്ലാതാവുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ജഡ്ജിമാർ ഈ തറ രാഷ്ട്രീയക്കാരെ പോലെ കോടതിയിൽ ഇരുന്ന് വർഗീയത പറയാൻ തുടങ്ങുന്നത്. അത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ഒരു അധപതനമായിട്ട് തന്നെ കാണേണ്ടി വരും. യെസ് നിഷാദെ, ഇതുപോലെയുള്ള ജഡ്ജിമാർ ആ സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന് തന്നെ വലിയ വെല്ലുവിളിയല്ലേ? ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പുതിയ സാമൂഹിക പരിസരത്തിൽ കൂടുതൽ ആളുകൾ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവിയിലും അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിലെ വർഗീയത തുറന്നു പറയാൻ തയ്യാറാവുന്നു എന്നാണ് പ്രത്യേകത. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്ത് സാഫ്രണൈസേഷൻ്റെ
നെയിലുകൾ വീണിട്ടുണ്ടോ എന്നുള്ള ചർച്ച എത്രയോ കാലമായിട്ടുണ്ട്. 2015 ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്തേക്ക് കാവ്യവൽക്കരണത്തിൻ്റെ വലിയ കരങ്ങൾ നീണ്ടുവരാൻ പോകുന്നു. അത് വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും അത് കൂടുതൽ അപകടകരമാകും. ഇപ്പോൾ ഒഴിവിലുള്ള എല്ലായിടത്തും തങ്ങളുടെ ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്നത് വലിയ വാർത്തയാവുകയും ചെയ്തു. ഇന്ന് പക്ഷേ 2024 9 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ഒരു ആക്റ്റീവ് ജഡ്ജി രാജിവെച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വരുന്നു, മത്സരിക്കാൻ വരുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ പദവി ഒഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ ഹിന്ദുത്വ ഭരണകൂടം പ്രത്യേക പദവി കൊടുത്ത് റിവാർഡ് ചെയ്യുന്നു. അതിന് മുൻപ് അദ്ദേഹം വിധി പ്രഖ്യാപിക്കുന്ന ആ സുപ്രധാനമായ കേസുകളുടെ സ്വഭാവവും അതിനകത്തെ പരാമർശങ്ങളൊക്കെ എന്താണെന്ന് കണ്ട് പിന്നീട് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്തും, ജുഡീഷ്യറി വിമർശനത്തിനപ്പുറമുള്ളൊരു സംഗതിയല്ല, ജുഡീഷ്യറിക്കകത്തും ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പുതിയ കാര്യമല്ല. ഒരു ജഡ്ജിമാർ പുറത്തിറങ്ങി വന്ന ജഡ്ജിമാർ RSSൽ ചേരുന്നു, പുറത്തിറങ്ങി വന്ന ജഡ്ജിമാർ രാഷ്ട്രീയവും വർഗീയതയും പറയുന്നത് വെച്ചാൽ അവരാരായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അവർ ആ പദവിയിൽ നിന്നുകൊണ്ടുകൂടി അത് പറയാൻ തയ്യാറായിരിക്കുന്നു. സുപ്രീം കോടതി ഇതിനകത്ത് ഇപ്പോൾ എന്താണ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, എന്താണ് സുപ്രീം കോടതി ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനാണ് കൗതുകം. സമീപകാലത്ത് പല കേസുകളിലും സുപ്രീം കോടതി എടുക്കുന്ന സമീപനങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. അതായത് 1991 ആരാധനാലയ നിയമപ്രകാരം ദിവ്യ 1947 എങ്ങനെയാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബാബരി മസ്ജിദ് ഒഴികെയുള്ള മന്ദിരങ്ങൾ നിലനിൽക്കുന്നത് അവ അതുപോലെ നിലനിൽക്കണമെന്നും അതിൻ്റെ ഉടമസ്ഥാവകാശം മറ്റാർക്കെങ്കിലും ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നുമാണ് 1991 നിയമം പറയുന്നത്. ബാബരി മസ്ജിദ് മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അത് മുന്നേ ഉള്ള തർക്കമായതുകൊണ്ട് ഇന്ത്യൻ നിയമപ്രകാരം നിങ്ങൾക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു മസ്ജിദോ ക്ഷേത്രമോ ചർച്ചോ ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ സർവേ നടത്തി നോക്കണമെന്ന് ആവശ്യം ഉന്നയിക്കാൻ പറ്റില്ല. ആവശ്യം ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്ന ആവശ്യം എടുത്ത് കീറിക്കളയണമെന്നാണ് ഇന്ത്യയിലെ നിയമം. പക്ഷേ എത്ര മസ്ജിദുകൾക്ക് മേൽ പുതിയതായി ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. ആ ആവശ്യങ്ങൾ 91 ആക്ട് പ്രകാരം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരമോന്നത കോടതിയിൽ ചേരുന്നു. പരമോന്നത കോടതി 91 നിയമത്തെക്കുറിച്ച് സംസാരിക്കാതെ ആ സർവേ നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും വിപത്കരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ RSSനും ഹിന്ദുത്വർക്കും എന്തുമാത്രം പള്ളികളെക്കുറിച്ച് അവകാശവാദമുണ്ട്. ഇവയിലെല്ലാത്തിലേക്കുമായി ഇനിയിപ്പോൾ ഒരു കഥ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഒരിക്കലും സുപ്രീം കോടതി ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയോധ്യ പള്ളി പൊളിക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട വിധി എന്താണ്? സമവായത്തിൻ്റെ റോൾ എടുക്കുകയാണ് കോടതി നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം. പള്ളി പൊളിക്കുക പോട്ടെ, ഇനിയിപ്പോൾ ഇത് സിവിൽ തർക്കം വേറെ, പള്ളി പൊളിക്കുക എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ പ്രവർത്തനം ഉണ്ടല്ലോ, അതിനകത്ത് കോടതി ആരെയാണ് ശിക്ഷിച്ചത്? അതിനകത്ത് കോടതി എടുത്ത നിലപാടെന്താണ്? പള്ളി പൊളിക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ സ്റ്റാറ്റസ് കോ മറികടന്നതിന് പേരിൽ UP സർക്കാരിനെതിരെ നടപടി വേണമെന്നുള്ള കോടതി ലക്ഷ്യം ഹർജിയുണ്ട്. ആ ഹർജി സുപ്രീം കോടതി തീർപ്പാക്കി എങ്ങനെയാണെന്ന് അറിയാമോ? കാലവും കഴിഞ്ഞു പോയി, പ്രസക്തിയും കഴിഞ്ഞു പോയി, ഇനി ഇതിൽ നടപടിയുടെ ആവശ്യമില്ല പറഞ്ഞത് ഡിസ്പോസ് ചെയ്തത്. അങ്ങനെയാണ് ഒരു കോടതി തീരുമാനിക്കേണ്ടത്. കാലം കഴിഞ്ഞു പോയെന്ന പേരിൽ, അങ്ങനെ കാലം കഴിഞ്ഞു പോയതിൻ്റെ പേരിൽ ഒഴിവാക്കാനാണെങ്കിൽ എത്രയോ കേസുകളുടെ കിടപ്പുണ്ട്, ക്യൂ കിടക്കുന്ന എത്ര കേസുകളുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്ന, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഈ നിങ്ങൾക്ക് ഗുജറാത്തിലേക്ക് പോയാൽ കാണും, പശു എന്താ ദേവിയാണ്, പശുവിൻ്റെ ചാണകത്തിന് രാസമൂല്യങ്ങളുണ്ട്, അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നീണ്ട ലേഖനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വിധി കാലിക്കടത്തുകാരെ കൊന്ന കേസുമായി ബന്ധപ്പെട്ട വിധിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം എല്ലാ ശിലകളെയും ബാധിച്ചു കഴിഞ്ഞ ഒന്നാണ്. എല്ലാ തൂണുകളെയും അത് ബാധിച്ചു കഴിഞ്ഞു. മാധ്യമ മേഖലയിലുണ്ട്, കോടതികളിലുണ്ട്, ഭരണസിരാകേന്ദ്രത്തിലുണ്ട്, സകലയിടത്തും അത് ബാധിച്ചിരിക്കുന്നു. അത് നമ്മുടെ ഗതികേട്, നമ്മുടെ ഭാഗ്യദോഷം. അതായത് കോടതിയിൽ കൂടി വന്നിരിക്കുന്നു, കോടതിയിൽ നിന്ന് ചില ആളുകൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഓൾ ഒരു നിരാശ ഉണ്ടാക്കുകയും നമ്മുടെ ഹോപ്പിനെ കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് അതിനകത്ത് കൃത്യമായ ആക്ഷൻ എടുക്കാനുള്ള ബാധ്യതയുണ്ട്. ചെയ്യുമെന്ന് നോക്കാം. യെസ്, അതാണ് നമ്മുടെ നീതിന്യായ സംവിധാനത്തെയും ഭരണഘടനയും ഒക്കെ കാത്ത് സംരക്ഷിക്കേണ്ട ചുമതലയാണ് നമ്മുടെ ന്യായാധിപന്മാർക്ക്, ജഡ്ജിമാർക്കുള്ളത്. അപ്പോൾ അവർ തന്നെ ഈ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് തീർച്ചയായും ആശങ്കാജനകം തന്നെയാണ്. സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഇത്തരം കോടതികളിൽ നിന്ന് നീതി ഉറപ്പാക്കുക എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്.